ഞാൻ ഷാരി സൂരജ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോവാണ്. ചെറുതായിട്ട് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇന്നലെ കുറച്ച് പേര് മെസ്സഞ്ചറിൽ മെസ്സേജ് ചെയ്തായിരുന്നു, വിസ ആപ്ലിക്കേഷൻ തന്നെയാണോ സബ്മിറ്റ് ചെയ്തത്. പക്ഷേ ഞാൻ ഓൾറെഡി അത് ഒരു ഗ്രൂപ്പിലിട്ടായിരുന്നു എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നൊക്കെ. നിങ്ങളാരും അതിൽ ജോയിൻ ചെയ്തിട്ടില്ല. ഓസ്ട്രേലിയയിലേക്ക് പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ ആ ഗ്രൂപ്പിൽ ഫേസ്ബുക്ക് പേജിൽ ഒരു ഓസ്ട്രേലിയയിലേക്ക് വരാനിരിക്കുന്നവർ എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഒത്തിരി ഡൗട്ടും കാര്യങ്ങളും എല്ലാം എനിക്കതിൽ നിന്നാണ് ക്ലിയർ ചെയ്യാൻ പറ്റിയത്. അപ്പം നമ്മൾ വിസ സബ്മിറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ചെയ്തത്. കാരണം എനിക്ക് മറ്റേ ഏജൻസിക്കാർക്കാണ് നമ്മൾ സാധാരണ കൊടുക്കാറ്. പക്ഷെ ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ കോൺഫിഡൻ്റായി തോന്നി. പിന്നെ ഗ്രൂപ്പിൽ ഒത്തിരി പേര് തനിച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ നമ്മൾ നോക്കാമെന്ന്. പക്ഷെ അതൊരു വലിയ ഡീലൊന്നുമല്ല. നമ്മൾ കുറച്ച് മെനക്കെട്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പിന്നെ അതുമല്ല, അതാണ് കൂടുതൽ എളുപ്പം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ വൺസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അപ്ഡേഷനോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇമി അക്കൗണ്ടിൽ കയറി നമുക്ക് തന്നെ ചെക്ക് ചെയ്യാം, എന്തെങ്കിലും ഫർദർ ഇൻഫർമേഷൻ ചോദിച്ചിട്ടുണ്ടോ എന്നൊക്കെ. മാരേജ് ഏജൻസിക്കാരും അവർ അപ്ഡേറ്റ് ചെയ്യും. നമ്മളെ എന്തെങ്കിലും ഇൻഫർമേഷൻ അവർ ചോദിച്ചിട്ടുണ്ടെങ്കിലൊക്കെ അപ്ഡേറ്റ് ചെയ്യും. പക്ഷെ നമുക്ക് വി കാൺ ലോഗിൻ മീൻസ് അവരുടേതായിരിക്കും അതിൻ്റെ എല്ലാ പാസ്വേഡ് യൂസർ നെയിമും. സോ അവർ നമ്മളൊക്കെ അയച്ചു തരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ റിപ്ലൈ കൊടുത്ത് അവർ റിപ്ലൈ കൊടുത്തത്. സോ എനിക്ക് തോന്നുന്നു അതൊരു കുറച്ചും കൂടി ഡിലേ പ്രോസസ്സിങ് ആണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ആപ്ലിക്കേഷനിൽ കറക്ഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ TFN നമ്പർ നോമിനേഷൻ നമ്പർ റോങ് ആയിട്ടാണ് എൻ്റർ ചെയ്തത്. അതെൻ്റെ ഒരു ഫ്രണ്ടാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഞാൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇമി അക്കൗണ്ടിൽ കയറി ഇൻകറക്റ്റ് ആൻസേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഞാൻ കറക്റ്റായിട്ടുള്ളത് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും പേടിക്കൊന്നും വേണ്ട. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ നമുക്ക് അങ്ങനെ ചെയ്താൽ മതി. പിന്നെ നമുക്ക് വിസ ഡിലേ ആവാനുള്ള മെയിൻ ഇതാണ് S56 ഫോം. അതായത് S56 ഫോം എന്ന് പറഞ്ഞാൽ ചിലവരുടെ വിചാരം നമുക്ക് S56 ഫോം കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് വിസ ഗ്രാൻഡ് ആവാന്ന്. ഒരിക്കലല്ല, S56 ഫോം എല്ലാവർക്കും കിട്ടണമെന്നില്ല. കാരണം S56 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫർദർ ഇൻഫർമേഷൻ കേസ് മാനേജർ നമ്മളോട് ചോദിക്കുകയാണ്. അവർ നമ്മൾ കൊടുത്ത ഡോക്യുമെൻറ്റ്സ് ഒന്നും അവർക്കൊരു കുറച്ചും കൂടെ പ്രൂഫ് വേണം എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അതാണ് S56. അതിൽ മെയിനായിട്ട് ഒരു 3 കാര്യങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത് ആ ഗ്രൂപ്പിൽ. ട്രാവൽ ഹിസ്റ്ററി നമ്മളതിൽ ഓൾറെഡി ഫില്ല് ചെയ്യുന്നുണ്ട് ട്രാവൽ ഹിസ്റ്ററി. പക്ഷേ നമുക്ക് അക്യുറേസി ഇല്ല, നമുക്കറിയത്തില്ല ഏതെങ്കിലും ഒരു ദിവസം വിട്ട് പോയിട്ടുണ്ടോ, ഒരു ഫ്ലോ ഇല്ല എന്ന് വിചാരിച്ചാൽ നമ്മളൊരു ലാപ്ടോപ്പ് എടുത്ത് വേറെ ഡോക്യുമെൻറ്റിൽ നമ്മൾ കറക്റ്റായിട്ട് ലാസ്റ്റ് 10 ഇയേഴ്സിൻ്റെ ഒരു ഗ്യാപ്പ് വരാത്ത രീതിയിൽ, ഒരു ദിവസം പോലും ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഫില്ല് ചെയ്ത് സെൽഫ് ഡിക്ലറേഷൻ ചെയ്തിട്ട് നമ്മളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഫർദർ ക്വസ്റ്റ്യൻ വരില്ല നമ്മുടെ ട്രാവൽ ഹിസ്റ്ററിനെ പറ്റി. പിന്നെ രണ്ടാമത് പ്രൊഫിഷ്യൻസി, ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അതായത് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. അത് നമുക്കറിയാം. നമ്മൾ പാർട്ട്ണറാണെങ്കിലും ഫാമിലി ആയിട്ട് പോകുമ്പോൾ പാർട്ട്ണറാണെങ്കിലും PTE എഴുതണം എന്ന് നമുക്കറിയാം. അപ്പോൾ PTE എഴുതാത്തവരാണെങ്കിൽ അവർക്ക് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, അതായത് നമ്മൾ പഠിച്ച കോളേജിൽ നിന്ന് നമ്മൾ ഇംഗ്ലീഷിലാണ് പഠിച്ചതെന്നുള്ള ഒരു ലെറ്റർ കിട്ടും. അത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അത് എപ്പോൾ വാങ്ങിച്ചതാണെങ്കിലും കുഴപ്പമില്ല, പുതിയത് തന്നെ വേണമെന്നില്ല. കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ 2010 സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ നമുക്കത് സബ്മിറ്റ് ചെയ്യാം. അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ കേസ് മാനേജേഴ്സ് ചിലപ്പോൾ ട്രാൻസ്ക്രിപ്റ്റ് ചോദിക്കും, പിന്നെ രജിസ്ട്രേഷൻ ചോദിക്കും. സോ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഓൾ ടുഗദർ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് സബ്മിറ്റ് ചെയ്യുക. കാരണം നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെൻ്റാണ്. സോ നമ്മൾ ഡിലേ ആക്കേണ്ട ആവശ്യമില്ലല്ലോ. കയ്യിലുള്ള ഡോക്യുമെൻ്റ് അതുപോലെ അങ്ങ് സബ്മിറ്റ് ചെയ്യുക. അവർക്ക് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കുക. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്. അത് നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി പാസ്പോർട്ടിൽ സ്പൗസിൻ്റെ നെയിം ഉണ്ടെങ്കിൽ നമുക്ക് അത് യൂസ്ഫുള്ളാണ്. പിന്നെ കുറച്ച് ഫാമിലി ഫോട്ടോസ് ഞാനത് ചെയ്തായിരുന്നു. കാരണം ചിലവർക്ക് ചോദിച്ചിട്ടുണ്ട് കുറച്ചും കൂടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് കാണിക്കാൻ എന്തെങ്കിലും ഫർദർ എവിഡൻസ് എന്ന് പറഞ്ഞപ്പോൾ ഫ്രണ്ട്സൊക്കെ ചിലവർ ഫോട്ടോസാണ് അപ്ലോഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് ഞാൻ ചെയ്യുന്ന സമയത്ത് ചെയ്തായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അറിയാം 186 വിസ ഭയങ്കര കുറവാണ്.
ഭയങ്കര കുറവാണെന്നല്ല, ഇൻ്റർവ്യൂ ഫിക്സ് ചെയ്തതൊക്കെ ക്യാൻസൽ ആവുകയാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക, കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കാരണം ഏത് ഓഫർ വന്നാലും 186 പോകാനാണ് നമ്മളുടെ ഈ സമയത്തൊക്കെ നമ്മൾ ആഗ്രഹിക്കുക. കാരണം നമ്മൾ ഇത്രയും നാളും UK-ലും അയർലൻഡിലും അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നിട്ട് പിന്നെ ഒരു വർക്ക് വിസ എന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ കിട്ടുന്ന ഇൻ്റർവ്യൂ എടുക്കുക. 2 ഇയേഴ്സിൻ്റെ ഒരു കഷ്ടപ്പാടുണ്ടാവും, റൂറലാണെങ്കിലും റീജിയണലാണെങ്കിലും ഒക്കെ. പക്ഷേ ഡോണ്ട് വറി, എല്ലാവർക്കും വിസ കിട്ടട്ടെ, എല്ലാവർക്കും നല്ലൊരു ഇൻ്റർവ്യൂ വരട്ടെ എന്ന് വിചാരിക്കും. ചിലപ്പോൾ ഈ ഒരു ഫ്ലോ മാറുമ്പോൾ 2-3 മന്ത്സിനുള്ളിൽ ചിലപ്പോൾ അടുത്ത ഇൻ്റർവ്യൂസ് ഒരു ലിസ്റ്റൊക്കെ വരും എന്ന് പ്രതീക്ഷിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ നൈസ് ഡേ.